ഇന്ന് മുതൽ നമ്മുടെ ഡയറ്റിൽ ഷുഗർ ഓയിലും ഇല്ല. പിന്നെ ഞാൻ ഗ്രീസ് വരെ തിന്നു. എടാ ഈ ഫുട്ബോളും ഈ വോളിബോളും ഒക്കെ ഒന്ന് കുറയ്ക്കണ്ടേ? അതിന് നീ എന്തിനാ എന്നെ കൂട്ടുപിടിക്കുന്നേ? എടാ അവന്മാര് രണ്ടുപേര് എന്ത് കഴിച്ചാലും ആ ശരീരത്ത് പിടിക്കൂല. നമ്മൾ അങ്ങനല്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും 5 കിലോ കൂടും. എന്ത് പ്രതിഭാസമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചായ കുടിക്കാവോ? മധുരമില്ലാതെ കുടിച്ചോ? എന്നാൽ ലഡു കഴിച്ചിട്ട് ചായ കുടിക്കട്ടെ, അപ്പൊ മധുരം അറിയത്തില്ലല്ലോ. എന്റെ ജോസ് കൂട്ടാ നടക്ക്. എന്തുവാടെ വേറെ പണിയൊന്നും ഇല്ലേ? LKG ഇരുന്നോണ്ട് അംഗനവാടി പിള്ളേരെ കളിയാക്കാതെ പെണ്ണുപിള്ളേർ എടുത്തിട്ട് പോകുന്നില്ലേ ജർമ്മനിക്ക്? അടുത്ത മാസം പോന്നറാ. അതിനു മുമ്പ് ഒന്ന് ഹെൽത്ത് കോൺഷ്യസ് ആവാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും. ഞാനെന്തിനാ? എന്നിട്ട് അവന്റെ മോന്തയ്ക്ക് എന്തൊരു സബ് കോൺഷ്യസ്. നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? നല്ല തീരുമാനം. നമ്മളില്ലേ ഞാനുണ്ട്. കുടിക്കുന്നിടത്തൊന്നും ഇല്ലടേ. നീ കൂറ്റുന്ന കണ്ടോണ്ടിരിക്കാൻ നീ എന്റെ പെണ്ണും പിള്ളേ. ഒരു കമ്പനി താ. സുഖമുണ്ടെ കടി വല്ലാത്ത കടിയാ. നെല്ലിളിയ കടിയാ പയ്യെ പറയടാ. അല്ല ആ കടിയല്ലേ ഈ കടി. സുഖിയാനിരിക്കുന്ന അവിടെ കഴിക്കുമ്പോ നല്ല സുഖമായിരിക്കും. ലാസ്റ്റ് ഇത് കണ്ടിട്ട് നാട്ടുകാർ ചോദിക്കും സുഖപ്രസവം എന്നൊന്ന്. പെമ്പർനോത്തി പറഞ്ഞിട്ടാന്ന് തോന്നില്ല ഡയറ്റ് ഒക്കെ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തന്നെ അവള് ജർമ്മനിക്ക് പോയില്ലാടാ. ഇനി കാണുമ്പോ ഒരു ഇംപ്രഷൻ ആയിക്കോട്ടെ വെച്ച്. സമൂസ ഒന്ന് സമൂസ എടുത്തിട്ട് വരാം. സമൂസ CID മൂസ നമ്മളത് മെയിൻ ചെയ്യരുത്. ഇവന്റെ പെണ്ണുമ്പിള്ള ഡയറ്റ് എടുക്കാൻ പറഞ്ഞതിന് പെണ്ണുമ്പിള്ള ഇല്ലാത്ത നീ എന്തിനാ ഇതൊക്കെ എടുക്കുന്നത്? അവന്റെ പെണ്ണുമ്പിള എന്ന് പറഞ്ഞ എന്റെ പെണ്ണുമ്പിള അല്ല അല്ലേ? ചേട്ടാ 2 സമൂസ. മാക്സി പോലും ഇല്ല ഇത്ര ഷേപ്പുള്ള ഡാങ്കിൾ. എണ്ണ പൊരിക്കാത്ത കടി വല്ലതും ഉണ്ടാവണം. ചെല്ല് അങ്ങേര് കാണിച്ചു തരും. അപ്പൊ ഈ ഉല്ലാസയാത്രയുടെ ചെലവങ്ങ് ഷെയർ ആക്കിയാലോ? ചന്തി ഒന്ന് ഉറച്ചിട്ട് പോരെ. എന്റെ ഉറച്ച് ബാ. ധൃതി വെക്കല്ലേ, വന്നല്ലേ ഉള്ളൂ. വന്നേ ഉള്ളതിലും പോയത് മൊത്തം എന്റെ നല്ലേ. ഓ അന്ന എക്സ്പെൻസ് പറ. അതെ ബഡ്ജറ്റ് ബാക്കി ഷെയർ ആക്കണം കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ, നമുക്ക് ചെലവുള്ളൂ. അപ്പൊ ഈ ചെറിയ ഗോവൻ ട്രിപ്പിന്റെ മൊത്ത ചെലവ് വന്നേക്കുന്നത് 3,27,300 രൂപ. അതെങ്ങനെ 60,000 രൂപയല്ലേ എന്നാ ബഡ്ജറ്റ്? അത് ഇട്ടത് ഇത് കയ്യിന്ന് പോയത്. എനിക്ക് നല്ല സംശയം കമ്മീഷൻ അടിക്കാനാണോ? പിന്നെ കമ്മീഷൻ അടിക്കാൻ നിന്നെയൊക്കെ ചോണപ്പരിപാടി ഇല്ലേ ഞാൻ നടത്തിയത്? 4 ദിവസം നിന്നെയൊക്കെ തീറ്റിപ്പറ്റിയ കാശാണിത്. ഇതിപ്പോ ഒരു പെങ്ങളുണ്ടായിരുന്നു, കെട്ടിച്ചുവിടായിരുന്നല്ലോ ഈ പൈസക്ക്. ഞാൻ എന്റെ കുടുക്ക പൊട്ടിച്ചിട്ടാണ് ഈ ട്രിപ്പിന് വന്നത്. എന്നാ ഇനി നിന്റെ അച്ഛന്റെ കുടുക്ക ഒട്ടിക്ക്. അങ്ങേരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരെ എന്റെ കുടുക്ക അടിച്ച് പൊട്ടിക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ റോൾ ചെയ്ത കാശാണ്. EMI ഓപ്ഷൻ അവൈലബിൾ ആണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ ട്രിപ്പിന്റെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞേ. കേട്ടോ, നമ്മൾ ചെന്ന ദിവസം ഞായറാഴ്ച 8 കുപ്പി 6 രൂപയല്ലേ? അയ്യോ 6 അടിച്ചിട്ടൊന്നും ആയില്ലളിയാ. അങ്ങനെ ആയതായത്. അയ്യേ അങ്ങനെ 4 ദിവസം 32 കുപ്പി. അല്ല ലിവറും കിഡ്നിയൊക്കെ അവിടെ ഉണ്ടോ നോക്കിയത്. പിന്നെ ഇവൻ വെള്ളം അടിച്ചൊരു കാറ്റാട് സ്കൂട്ടർ എടുത്തോണ്ട് ഹൈവേ കയറി. പെറ്റി 15,000. 5,000 ഇല്ലേ? 5,000 ആയിരുന്നു. ഗോവ SI നിന്റെ വല്യച്ഛനാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴപ്പ് കാണിച്ചപ്പോ പോയി ഒരു 10,000. മദ്യം വിഷമാണ്. അഴക പബ്ലിക് കയറിയിട്ട് ഒരു പെണ്ണിന്റെ കവള തുമ്മ കൊടുത്ത് അത് ഒതുക്കാൻ കൊടുത്ത് 30,000 രൂപ. അതെന്റെ പഴയ കാമുകി ജാനകിയുടെ അതേ മുഖച്ചായായിരുന്നു. പാലക്കാടുള്ള ജാനകി എങ്ങനെടാ ഫിലിപ്പീനി ആയത്? അയ്യോ അത് ഫിലിപ്പീനിയായിരുന്നു. ഭയങ്കര അഭിനയം. ഇയാള് മസാജിന് വെപ്പം കൊടുത്തല്ലേ? അതൊരു 10,000 രൂപ. അതൊക്കെ വലിയ ചെലവാണോ? കേറുന്നതിന് മുമ്പ് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 50,000 രൂപ അവർക്ക് കൊടുത്തേ. അത് നിങ്ങൾ തിരിച്ച് മേടിക്കാൻ എന്ത്? പിന്നെ ഡൊണേഷൻ ഡെപ്പോസിറ്റ് ഇട്ട് സ്കൂളിലല്ലേ ചേർത്തത്. ആ നിക്കറിട്ട് അവനെ തിരിച്ചിറക്കിയത് തന്നെ വലിയ കാര്യം. ഇതിപ്പോ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയിരുന്നല്ലേ ഈ പൈസക്ക്. അപ്പോഴേ പറഞ്ഞാണ് 10,000 രൂപയ്ക്ക് പട്ടായ പോകുന്നത്. പട്ടാമ്പി പോകാൻ 10,000 രൂപ പോടാ. പട്ടി പട്ടാമ്പി അല്ലടാ പട്ടായ. രാമ എന്റെ ചെറുക്കനെ കണ്ടാടാ. അവൻ രാവിലെ മുതൽ കിസ്സിങ്. ആര്? കാണാനില്ലെന്ന്. അങ്ങനെ ദാവിന്റെ മോനെന്ന് ഇറങ്ങി പോടാ. പോയിട്ട് നിന്റെ വീട് എവിടെടാ? അങ്ങ് വാനക്കോണില്. എന്റെ പേരെന്തുവാടാ? ഗോപാലൻ എങ്ങാണ്ടല്ലേ? എങ്ങാണ്ട്. അവന്റെ അച്ഛന്റെ പേര് രാമേന്ദ്രൻ കളത്തിപ്പറമ്പിൽ. ഇതാരുടെ മോനിത്? എന്റെ അല്ല. ഇവ എന്തിനാ 27 മണിക്കൂർ ഇവിടെ പറ്റി കിടക്കുന്നേ? ഞങ്ങളുടെ അടുത്ത കൊല്ലത്ത് ബിസിനസ് തുടങ്ങാൻ അങ്കിൾ. അടുത്ത ഏത് വർഷോടാ? 2018. ഇതുവരെ അവന്മാരോടൊന്ന് വണ്ടി കയറിയിട്ടില്ല. അല്ല എന്ത് ബിസിനസ്? പഞ്ഞിക്കച്ചവടം. എടോ നല്ല പരിപാടിയാ അത്. പിള്ളേര് ചെയ്യട്ടെ. എന്തിന്? തന്റെ അടിയന്തരത്തിന് മൂക്കി കയറ്റാനോ? തണ്ടതിനും കേറ്റ. വേറെ പ്ലാൻ ഉണ്ട്. PSC ചായക്കടികൾ. അതിനാടാ PSC? ബിടെക് എഴുതി തോറ്റൊരു ബിടെക് ചായ ഇടുന്നു. PSCക്ക് പോയി ഉണ്ടായിരിക്കുന്നവർ PSC ചായം കടി. നമ്മളങ്ങനെ ചീപ്പ് കടികളല്ല. വെറൈറ്റി. എന്ത്? കൊച്ചുള്ളി വട. കായംകുളം കൊച്ചുണ്ണിയുടെ? ആരുമല്ല. ഇനി ആ പേര് ഇഷ്ടമായില്ല ഞങ്ങൾ അച്ഛന്റെ പേര് ഇടായിരിക്കുന്നു. എന്ത് ഗോപാലിന്റെ കൊച്ചുണ്ണി വടയെന്നോ? അത് കൊള്ളായിരുന്നല്ലേ. വെറൈറ്റിയോ. ഇതിനൊക്കെ കാശ് എവിടുന്ന്? അത് ഞങ്ങൾ 10-20 ആയിട്ട് ജാറാപ്പിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറവ് വന്നാൽ വീട്ടിലെ മിക്സിയിലെ ജാറിൽ നിന്നും കൂടെ കൈയിടണമായിരിക്കും. ഇടയന്മാരെന്തോടോ ഇങ്ങനെ? എടോ ഞാൻ ഇവന്മാരടുത്ത് പറഞ്ഞേ വെറൈറ്റി ആയിട്ട് മന്തിക്കടവല്ലോ ഇടാൻ. ഇതിനും ഭേദം അവന്റെ ഗോപാലിന്റെ കൊച്ചുണ്ണി ഇവിടെ തന്നെ. നീ ഒരു കാര്യം ചെയ്യ്. ഇനി മുതൽ എന്റെ മോനെ കൂടെ നിന്റെ റേഷൻ കാർഡിൽ ചേർക്ക്. എനിക്ക് അത്ര അരി ലാഭം. ഇനി മുതൽ ഇതാണ് നിന്റെ അച്ഛൻ. ശരി അച്ഛാ.